റസൂലിനെ അത്രയേറെ വേദനിപ്പിച്ചിരുന്നു കഅബ് ബിൻ സുഹൈർ. നമുക്കറിയാം, മക്കാ വിജയത്തിൻ്റെ സമയത്താണ് വേഷപ്രച്ഛന്നനായി അദ്ദേഹം റസൂലിൻ്റെ അടുത്ത് വരുന്നത്. അദ്ദേഹം വന്നിട്ട് ചോദിക്കുന്നത്, ശത്രുക്കളെ എന്തു ചെയ്യും? അന്നോളമുള്ള രാജാക്കന്മാർ മുഴുവനും ലോക ചരിത്രത്തിൽ ചെയ്തിട്ടുള്ളത് മുഹമ്മദും ചെയ്യും എന്നാണ് കഅബ് വിചാരിച്ചത്. എന്താണ് അവർ ചെയ്തിരുന്നതെന്നറിയോ? ശത്രുക്കളെ നിഗ്രഹിക്കുക. കൊല്ലുമല്ലേ? റസൂലല്ല പറഞ്ഞു ആരെയും കൊല്ലില്ല. കഅബിനെ കൊല്ലില്ലേ? ഇല്ല, കഅബിനെയും കൊല്ലില്ല. കഅബിനെ കൊല്ലില്ലേ? ഇയാൾ ആവർത്തിച്ച് ചോദിക്കുക. കൊല്ലില്ല എന്ന് കേട്ടപ്പോൾ ഈ മനുഷ്യന് സന്തോഷം കൊണ്ടൊരു ആർത്തട്ടഹാസമായിരുന്നു. പിന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ പ്രച്ഛന്ന വേഷമൊക്കെ എടുത്ത് ഒഴിവാക്കണം. അത് കഅബായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചുപോയി. എന്തിനാ കഅബ ഇങ്ങനെയൊക്കെ വരുന്നത്? അദ്ദേഹം പറഞ്ഞത്, മുഹമ്മദേ, നിങ്ങളെനിക്ക് വിശ്വാസമാണ്, പക്ഷെ കൂടെയുള്ളവരെനിക്ക് പേടിയാണ്. കാരണം അത്രയേറെ ഞാൻ നിങ്ങളെ ഉപദ്രവിച്ചവനാണ്. അശ്ലീല പ്രയോഗങ്ങളുള്ള സാഹിത്യ സൃഷ്ടികൾ കൊണ്ട് റസൂലിനെയും റസൂലിൻ്റെ ദൗത്യത്തെയും അത്രയേറെ വിഷമത്തിലാക്കിയ ഒരാളാണ്, വിഷമത്തിലാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് കഅബ്. ശരി, ആ നിമിഷം കഅബിനോട് റസൂൽ എന്താ പറയുന്നത്? റസൂൽ പറഞ്ഞത് എന്താണെന്നറിയോ? എനിക്കൊരു പാട്ട് പാടിത്തരുമോ? നിമിഷ കവിയാണ് കേട്ടോ കഅബ്. ഒറ്റ നിമിഷം കൊണ്ട് കവിത ഉണ്ടാക്കാൻ കഴിയുന്ന ആളാ. ഇത്രയേറെ റസൂലിനെ ഇകഴ്ത്തിപ്പാടിയൊരു മനുഷ്യന് ആ നിമിഷം പുകഴ്ത്തിപ്പാടാൻ ഒരു സമയം കുറച്ചു മതി. പക്ഷെ അദ്ദേഹത്തിന് അറിയാം, മുന്നിൽ നിൽക്കുന്ന ആൾക്ക് പുകഴ്ത്തി പറയുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് കഅബ് പാടിയത് ബാനത്ത് സുആദായിരുന്നു. അറബി സാഹിത്യം പഠിക്കുന്ന നിങ്ങൾക്കൊക്കെ അറിയാം എന്താണ് ആ കവിത എന്ന്. നഷ്ടപ്രണയിനിയെ ഓർത്തുള്ളൊരു വിലാപകാവ്യമാണ്, ഒരു ഗസലാണ്. അശ്ലീലമായ പ്രയോഗങ്ങൾ പോലും അതിനകത്തുണ്ട്. അപ്പോൾ റസൂല് കഅബിനോട് പറയണത് എന്താണ്? ഈ ജാതി പാട്ടൊന്നും ഇവിടെ പാടണ്ടെന്നല്ല പറഞ്ഞത്. ആ പാട്ട് പാടുക എന്നുള്ളത് ആ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യമാണ്. അയാളത് പാടിത്തീരുന്നത് വരെ റസൂൽ അത് കേട്ടു. ആസ്വദിച്ചോ എന്നറിയില്ല, കേട്ടു. എന്നിട്ട് അവസാനം റസൂലിൻ്റെ ഒരു ഉത്തരീയമുണ്ട്, ഷോള്. അത് സമ്മാനമായി കഅബിന് കൊടുത്തു. ഇനി എന്ത് വേണം? ഇസ്ലാമിനെ കുറിച്ച് ഇനി കുറേ പ്രസംഗങ്ങൾ വേണോ ആ മനുഷ്യന്?